എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്കാണ് വന്നേക്കണേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പനൊക്കെ ഒന്നിച്ചുള്ള അപ്പൻ്റെ ബാച്ചിലുള്ള ആൾക്കാരാണ് ചേട്ടനൊക്കെ. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷാജി എന്നാണ് ചേട്ടൻ്റെ പേര്. വീട് തൊടുപുഴ. അത്യാവശ്യം പഴയ കാലങ്ങൾ തൊട്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ആന പണിയില്ലേ? 30-35 കൊല്ലമായിട്ട് പണി. എൻ്റെ അപ്പനെയൊക്കെ അറിയില്ലേ? അപ്പനായിട്ടൊക്കെ പരിചയമില്ല. ആ, അപ്പോൾ ഞാനേ നമ്മുടെ ഈ ചക്കാലക്കുടി ആനയൊക്കെ ഇല്ലേ, ആ ആന പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ വീട് മറ്റേ തൊടുപുഴ മറ്റേ കല്ലൂർ പൈങ്ങോട്ടൂർ മറ്റേ വള്ളംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ, അപ്പോൾ ഈ പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആന ആളെ ചെയ്യുന്നത്. അതായത് ഈ ചക്കാലക്കുടി ആന. അപ്പം അന്ന് ആന ചെയ്ത ഒരു ആനക്കാരല്ലേ, ആളുടെ പേര് ഓർമ്മയില്ല. അതല്ലാതെ ഷാജി എന്ന് പറഞ്ഞൊരു ആനക്കാരനായിരുന്നു. അവിടെ വെച്ചൊരാന ആളെ കൊന്നു പറഞ്ഞ അറിയുമോ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിലെ ഈ ഭാസ്കരൻ കേൾക്കുന്ന സമയത്താണ് തൊഴിൽക്കടത്തിൽ ആളെ കൊല്ലാണ്. കല്ലൂർക്കട വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ആന ആളെ കൊല്ലണത് ആനയാണ് കാണുന്നത് അന്ന്. അതാ ഞാൻ എടുത്ത് പറഞ്ഞത്. ഞാനൊന്ന് മുമ്പ് ആന ആളെ കൊന്നു കേട്ടാൽ എനിക്കറിയില്ല. തൊഴിൽക്കടത്തിൽ ആളെ കൊന്നു എനിക്കറിയാം. അതല്ലേ? ഇന്നലെ ഞാൻ തൊഴിൽക്കടുണ്ട്, പണിയുണ്ട്. ഞാൻ കാളവത്തനാനായിട്ട് പണിയുണ്ട്. കാളവത്തനാനായിട്ടല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു ആന? ഞാൻ ഒന്ന് മോലാനായിരുന്നു. നല്ല ഭക്താന മോലാനായിരുന്നു. നല്ല പണിയായിരുന്നാണ്. പരിപാടിക്ക് പോകണ്ടാണ്. പരിപാടിക്ക് എന്താ അത്യാവശ്യം പരിപാടിക്ക് പോകണ്ടായിരുന്നു. ഞാൻ പള്ളിയൂർക്ക് പരിപാടിക്ക് കൊണ്ടാണ് ഇവിടെ പള്ളിയൂർക്ക് മേളയ്ക്ക് കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പണ്ട് കാലത്തെ ഈ ലോറി യാത്രകളാണ് കൂടുതലൊക്കെ നടന്നിട്ടുള്ളതാണ്. നടപ്പായിരുന്നു അല്ലേ? ലോറിയൊക്കെ കിടക്കാറുണ്ടായിരുന്നില്ല. അതല്ലേ? എൻ്റെ ഓർമ്മയൊക്കെ നടപ്പാറുണ്ട്. ഈ കൂപ്പുകളിലൊക്കെ പോയിട്ടുള്ള അനുഭവങ്ങളില്ലേ? അതായത് ഈ ആനകളെ കൊണ്ട് കാട്ടി കയറിയിട്ട് നമ്മൾ തടി വലിക്കാനൊക്കെ പോയില്ലേ? പണിക്ക് പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ കൂപ്പ് വർക്കുണ്ട്. പോയിട്ടില്ല ചേട്ടാ? പോയിട്ടുണ്ട്. ആനയുടെ മുകളിലൊക്കെ കയറി പണിക്ക് പോകാൻ കൊണ്ട് പോയി പണിതിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു കാട്ടിലുള്ള ഒരു അനുഭവം? എങ്ങനെയാണ് നമ്മുടെ നാടായിട്ട് വ്യത്യസ്തമായിട്ട്? കാട്ടിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൂപ്പിനധികം കയറിയാൽ ചിലപ്പോൾ 2 മാസം 3 മാസം 4 മാസം 5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുള്ളൂ. ആനയായിട്ട് ഇറങ്ങി പോകുന്നു. അപ്പം മിക്കവാറും ആ സൈറ്റിലെ പണി തീർന്ന ശേഷം ഇറങ്ങുള്ളൂ. അതിൽ നമ്മൾ ശനിയാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ പോകണമെങ്കിൽ നമ്മൾ കൂടുതലുള്ളവരെ ആന ഏൽപ്പിച്ചതിന് ശേഷം തീറ്റം വെള്ളമൊക്കെ കൊടുക്കാൻ ആന ഒതുക്കമുള്ളവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. അത് 1-2 ദിവസം ലീവ് എടുക്കും. 3 ആന ചെയ്യും. 3 അടുത്ത് ചെയ്യും. അത്യാവശ്യം ലീവുകൾ 2 ലീവ് എടുക്കും. 3 നമ്മൾ കൃത്യമായിട്ട് ആന ചെയ്യും. 3 ആ കൂപ്പ് കൊണ്ടൊക്കെ കൂപ്പ് വർക്ക് എടുക്കുന്ന സംബന്ധിച്ച് ആന പണിയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇടത്തട്ടക്കാരൻ ആന അടിച്ച് പണിയുവാണെങ്കിൽ പുറത്തുണ്ടാവുക ചെയ്തല്ല. തീറ്റ അവർ തീറ്റക്കാരനോട് 3 കെട്ടിട്ട് തീറ്റ കൊടുക്കാൻ സമ്മതിക്കും. നമ്മള് കൂപ്പിൽ വെച്ചിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ആന നാട്ടിൽ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഡോക്ടറെ സംവിധാനം ഉണ്ട്, വെടിയുണ്ട്, എലിഫന്റ് സ്കോഡ് സംവിധാനങ്ങളെല്ലാം ഇപ്പൊ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു കൂപ്പിൽ വെച്ചിട്ട് ഒരു ആന തെറ്റി എന്ന് വിചാരിക്കും. അപ്പൊ ആന തന്നെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ? അന്നത്തെ കാലത്ത് കൂപ്പിൽ വെച്ചിട്ട് ആന തെറ്റൊന്നും വെടിയില്ല. ആന കുടുക്കടിക്കുന്നു. കുടുക്കിലാണ് വീഴ്ക്കാൻ നോക്കുള്ളൂ. ഇപ്പോഴാണ് ഈ തോക്കായി പണ്ടാറായി വെടിയൊക്കെ ആയിട്ട് പിടിക്കുന്നത്. ഇപ്പൊ അന്ന് കൊടുക്കുക നമ്മളടിച്ച് കുടുക്കിനായിട്ട് പിടിക്കും. കുടുക്കിനകത്ത് ആനയെ പിടിക്കും. കുടുക്കിനകത്ത് പിടിക്കും. പല കുടിക്കും. ചിലപ്പോൾ 1-2 പ്രാവശ്യം കുടുക്കിട്ടാൽ വീടൊന്നും ഇരിക്കില്ല. പല രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രകാരം കുടുക്കിട്ട് ആന വീഴുള്ളൂ. അത് ഒരു കുടുക്കായിരിക്കുന്നത് ചിലപ്പോൾ 2-3 പേര് വേണം കുടുക്കായിട്ട്. ആരും കൂടെ ആക്കൾ കുടുക്കാൻ വീഴും. എല്ലാ ആനക്കാരും കൂടി ഒരുമിച്ച് കൊടുക്കായിട്ട് നിന്ന് ആന ഇപ്പം നിന്റെ പിന്നാലെ വരുവാണെങ്കിൽ ഞാൻ എനിക്ക് കാപ്പ് കിട്ടിയാൽ ഞാൻ കൊടുക്കണം. എൻ്റെ പുറകിൽ നിനക്ക് കാപ്പായിട്ട് കൊടുക്കുക. കാപ്പ് കിട്ടാൻ കാപ്പ് കിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും കൊടുക്കാനും വീട്ടിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം വർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സക്സസ് ആക്കാൻ പറ്റൂല. അതായത് എല്ലാവരും കൂടിയിട്ട് ചെയ്യണതാണോ അതോ ഒരാൾ പോയി ചെയ്യണതായിരിക്കും നല്ലത്? എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി നോക്കി എല്ലാവരും കൂടാൻ ഒറ്റിനെ കൂടെ തന്നെ കൂട്ടിയെ കൂടാൻ നല്ല വരും. നമ്മുടെ കൂടി 2-3 പേരുണ്ട്. 3 പേര് ഒരുപോലെ നിന്നാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ വീഴാൻ കഴിയും. അത് തന്നെ ആളുകൾ കൂടിയാൽ ആളുകൾ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. എന്തെങ്കിലും പ്രശ്നം പൊടിയാനും ഒഴിവാക്കുന്നില്ല. നമ്മൾ 3 പേരും ആനയുള്ളെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആന ശബ്ദം മാറ്റി എങ്ങനെയാണ് പിടിക്കുക. ആളുകളെ കൂടുന്നവരും അവർ വെട്ടപ്പാടും ബഹളം ഉണ്ടാക്കി ആ ഒരു കാട്ടിലേക്ക് ആന പിന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കും. എന്താ പറഞ്ഞാൽ ആളെ തെറ്റിയ ആൾക്കാർ കൂടി ആൾക്കാരാണ് പ്രശ്നക്കാർ. ഇപ്പോൾ ആന തെറ്റിന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും, നമ്മളാണെങ്കിൽ പോകും. ഇപ്പം നമുക്ക് നാട്ടിൽ തെറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. കാട്ടിലാണെങ്കിൽ പിന്നെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ല. ആനയായിട്ട് പയറ്റി എങ്ങനെ പിടിച്ചെടുക്കാം? നമുക്ക് പിടിച്ച് കയറ്റി ഇതാക്കി കൊണ്ടുവരാൻ അത്രമേലും വടക്കുള്ള ആനകളും അത്ര പ്രശ്നക്കാരനുള്ള ആനകളും അതുപോലെ അനുസരിച്ചുള്ള ബന്ധത്തിലായിരിക്കും നമ്മൾ പണി. കാട്ടിലാണെങ്കിലും കൂപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ബന്ധത്തിലായിരിക്കും. ഒരു ചാട്ടത്തിന് ഒത്തിരി മേത്തേക്ക് കയറാണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ കൊണ്ട് ആന കടന്നു പോകാത്ത രീതിയിലാണ് ബന്ധത്തായിരിക്കും. അങ്ങനെയുള്ള ആനകൾ ശരിക്കും മുകളിലിരുന്ന് പണിയണ ആനക്കാരൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആനകൾ വഴക്കുണ്ടാക്കില്ല. അങ്ങനെ ഒരു ഇതുണ്ടോ ചേട്ടന്? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആനക്കാർ സ്ട്രോങ് ആണെന്ന് ആനകൾ നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന വസ്തു അല്ല ആന. ആനക്കാരൻ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ആന തെറ്റിയാൽ നമ്മൾ ആരും പിടിച്ചാൽ നിൽക്കും. അല്ല, ഞാൻ ചോദിക്കണത് ഇപ്പോഴത്തെ കാലവും പഴയ കാലം വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ഇപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ മുകളിൽ നിന്ന് ആന തെറ്റി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടണുള്ളൂ. പണ്ടത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട ആനക്കാർ മൊത്തം ആന മുകളിൽ നിന്ന് തന്നെ നേടിയെടുക്കും. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആനയുടെ മുകളിൽ ഇരുന്ന് നേടും.
ഇപ്പോഴത്തെ നമ്മളെ ഇന്നിപ്പോൾ ആണെങ്കിൽ നമ്മൾ അടുത്ത കയ്യാല അടുത്ത മരം മറിഞ്ഞ് ചാടി നമ്മൾ സ്ഥലം വിടും. അന്ന് നമ്മളതിന് മുകളിൽ നേടുള്ളൂ. അങ്ങനെ ഇതിപ്പോ ഒരു പുറത്തിരുന്ന ഒരു ആനക്കാരൻ ആനയായിട്ട് മരം പിടിച്ച് വരികയാണ്. ഞാനും ഒരു ആനക്കാരനാണ്. അപ്പൊ നമ്മളൊരു വക്ക കെട്ടി ഒരു മരം പിടിച്ച് നമ്മൾ പടങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്ന സമയത്ത് ആന പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് ആ വക്ക എടുക്കാൻ പറഞ്ഞ് ആന വക്ക എടുക്കാണ്ട് ആന പിന്നാക്കം കുടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനേനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ചങ്ങല തള്ളി ആനേനെ ബന്ധുസ് ചെയ്ത് കൊളത്തുക. പക്ഷെ പണ്ടത്തെ കാലത്ത് അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആന എന്തെങ്കിലും പ്രശ്നങ്ങൾ ആന കാണിക്കുമെന്നുണ്ടെങ്കിൽ ആനത് പല രീതിയിലും ആനകൾ കാണിച്ചു തരും. അതാ മുകളിലിരിക്കുന്നത് ആനയ്ക്കത് മനസ്സിലാവും. ആൾക്കാർക്ക് ആ മുകളിലിരിക്കുന്ന പാപ്പാന് ആന ഇന്നതാ ചെയ്യാൻ പോണേ എന്നുള്ള ആൾ മനസ്സിലാവും. അപ്പോൾ അവൻ കൂടുതൽ ഇങ്ങനെ പറയടാ നോക്കിക്കോട്ടോ എന്നവൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആന ഒരു പരിധി വിട്ട് നമ്മൾ വെച്ച് കാണിക്കാത്ത പരിപാടി ആന കാണിക്കണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പിന്നാലെ കൂടാനായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ കാരണം മുറുതി കൂടാനായിരിക്കാം. അപ്പോൾ അതാണ് ആന നമ്മളെ കാല് വെട്ടിച്ച് നമ്മുടെ കാല് അയച്ച ആന ഓരോ തെട്ടിത്തരം കാണിക്കുമ്പോൾ അവൻ മുകളിൽ കൃത്യമായിട്ട് മനസ്സിലാവും ആന ഇന്നതാണ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ കൂടുതൽ വേണം വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പിടുത്തം കിട്ടില്ല. ഞാൻ അന്നോട്ട് ആനൻ്റെ ആ ഒരു സെറ്റപ്പ് അന്നോട്ട് ആ മൈൻഡ് ആനെ മാറ്റി അങ്ങോട്ടും ആന മാറ്റി ഒന്ന് കൊടുത്തി അല്ലെങ്കിൽ വെള്ളം കൊടുത്തു ആ മൈൻഡ് ആനെ മാറും. മൈൻഡ് മാറും. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. അല്ലാണ്ട് വില വെച്ചില്ല ആൾക്കാരണം. അപ്പോൾ ആന കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പോകാന്നാണ് പറയും. ആന വാങ്ങിക്കൊണ്ട് പറയില്ല എന്നുള്ളൂ. ആന നമ്മൾ കാണിക്കും, എല്ലാം കാണിച്ചു തരും. ആനയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ എന്താണെങ്കിലും നമ്മുടെ മൂവ്മെന്റുകൾ എന്താണെന്ന് അവർക്കും മനസ്സിലാവും, അവരുടെ കാര്യങ്ങൾ നമുക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളൊക്കെ കണ്ടീഷൻ വെച്ചാൽ ആന നമ്മളൊക്കെ ഇപ്പോൾ കാല വയ്ക്കാനുള്ള ആന അല്ലെങ്കിൽ തടിയാണ് മരം കുത്തുള്ള ആന കുട്ടികളുടെ പുറകെ കൂടാൻ ആന പ്ലാനിങ്ങിൽ ആന പല പ്രാവശ്യം നമ്മുടെ കാലയച്ച് ആന അങ്ങോട്ടും മാറി ആന പറ്റി മാറി നിൽക്കും. നമ്മൾ കാലിൽ കൂടാണ്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം ആന മിക്കവാറും പണി പറ്റിക്കണം. അപ്പോൾ നമ്മൾ കൂടുതലും ഇടാക്കി മാറി കിട്ടോ എന്ന് പറഞ്ഞ് അന്നട്ട് ഒതുങ്ങളിലാണ് നമ്മൾ അന്നത്തെ ആ ശ്രദ്ധ മാറ്റി ആ പക്കയുടെ ഉച്ച അങ്ങോട്ട് മാറ്റി കൊടുത്തി അല്ലെങ്കിൽ വെള്ളം കൊടുത്തു അല്ലെങ്കിൽ പണി തൂറാം എന്ന് പറഞ്ഞ് കൊടുത്തു. അവനെ ഇറങ്ങി ചായ കൊടുത്തു ഒരു 10 രൂപ ജോലി അവനെ പറയുന്നത്. അപ്പോൾ ആന ആ മൈൻഡ് മാറി എന്ന് പറഞ്ഞാൽ മൈൻഡ് നമ്മളാണെങ്കിൽ ഉച്ചനാട്ട് പൂരം പഴക്കമുണ്ടാക്കി നീൻ്റെ അന്നോരത്തെ മരുന്ന് ഞാൻ മാറ്റിക്കിടും. പിന്നെ നിൽക്കാൻ കൊടുത്ത് വലിയ മരുന്നുണ്ടാവില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പണ്ട് കുറെ ആനകൾ ഉണ്ടായിരുന്നില്ല, അധികം ബീഹാർ ആനകളായിരുന്നു, നാടൻ ആനകളായിരുന്നു. പണ്ട് ചേട്ടന്റെ ഒക്കെ പ്രായത്തിൽ ചെറുപ്രായത്തിലേക്ക് അധികം ഇവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഒക്കെ ഓർമ്മയിൽ അധികം തന്നെ നാടനാനകൾ ഉണ്ടായിരുന്നു. കണ്ടോ ആനകൾ നാടനാനകൾ ഉണ്ടായിരുന്നു. ബീഹാറാനുണ്ട്. ആസാമാനൊക്കെ വളരെ കൂടുതൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ആസാമാനൊക്കെ ഇറക്കാരും കൊണ്ട് ചാടിയത്. ശരിക്കും തൊടുപുഴ ഒരുപാട് ആനക്കാരും ആന ഉണ്ടായിരുന്നല്ലേ? തൊടുപുഴ 10-20 ആന ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ? തൊടുപുഴ ഈരാറ്റുപേട്ട സൈഡിലേക്ക് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ആനക്കാരും ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു. കൂത്താട്ടോളം കുറവലങ്ങാട് ആ ഭാഗത്തൊക്കെ ആ ഭാഗത്തും ഉണ്ടായിരുന്ന ആന. പാലതിലും ഉണ്ടായിരുന്ന ആന. അവിടെ ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നു. പണിയല്ലായിരുന്നു പൊടി പണിയാണ്. അവിടെ ഫുൾ പണിയാണ്. ഈ ലോറി യാത്ര എന്ന് പറയുന്നത് വളരെ അപൂർവം. അന്നൊന്നും ഞങ്ങളൊക്കെ ഓർമ്മയിലൊന്നും വണ്ടിയില്ല. എല്ലാം വണ്ടി അടിച്ച് ഈ ഇരുമുടി ഈ അയ്യപ്പന്മാർ മണിക്ക് പോലെ ഇരുമുടി ഇടണ പോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തും 2 ഇരുമുടി തഞ്ചി കെട്ടിയിട്ട് നടപ്പ് ഈ ടോർച്ച് അടിച്ച് പെട്ടെന്ന് നടപ്പ് നടത്തുമായിരുന്നു. ഇപ്പോഴല്ലേ വണ്ടി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആനകൾക്ക് അസുഖങ്ങളില്ലായിരുന്നു. ഇപ്പോൾ ഒരു 85% 90% ഓരോ ആനകൾക്ക് ഓരോ അസുഖങ്ങൾ. പിന്നെ ഈ ലോറികളാണ് ഈ വെള്ളം കിടന്ന് തേങ്ങ ഈ വയർ കിടന്ന് തേങ്ങി വിശ്രമമില്ലല്ലോ. അന്നാണ് 10, 20, 10, 30 കിലോമീറ്റർ രാവും പകലും നടന്നു പോയാണ് പരിപാടി എടുക്കുന്നത്. അന്ന് ആനകൾ വഴക്കുണ്ടാക്കാനും ശ്രമിക്കില്ല. അന്ന് വഴക്കുണ്ടാവില്ല. കാരണം ആന നടന്ന പറ്റേ പോവുക. ഇപ്പോൾ ആന തലക്കെട്ട് കെട്ടണമെങ്കിൽ ആന ഇവിടുന്ന് വണ്ടി കയറ്റി അമ്പലപ്പുറത്ത് കൊണ്ട് ഇറക്കി വെള്ളം കൊടുത്ത് കയറ്റി അന്നേരം തലക്കെട്ട് കെട്ടി. ആനയ്ക്ക് മറ്റൊരു യാതൊരു ക്ഷീണമാണെങ്കിൽ പോകുന്നില്ല. ഈ പാദരോഗം എന്ന് പറഞ്ഞ അസുഖം പണ്ടുണ്ടോ? എൻ്റെ ഓർമ്മയില്ലാത്തോട്ട് ഇല്ലല്ലോ. ഇപ്പൊ ഏകദേശം ഒരു 2010 ശേഷമാണ് ഇത്ര കൂടുതൽ ഈ പാദരോഗങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നല്ല രീതിക്ക് ആനകൾ നടക്കുകയാണെങ്കിൽ പാദരോഗത്തിന് ഒരു പരിധി വരെ തടയാൻ പറ്റില്ലേ? ഒരു പരിധി വരെ തടയാം. ഇപ്പം എല്ലാവരും പറഞ്ഞ പാദരോഗം ലോറിയെന്ന് ഇങ്ങനെ മറ്റൊരു ആനയ്ക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ലോറിയെ കയറ്റി ഇറക്കിയാണെങ്കിൽ പാദരോഗം മറ്റൊരു ആനയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കൊണ്ട് വിശ്വസിക്കുന്ന ആളല്ല. കാരണം നമ്മുടെ ഇവിടെ ഈ ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളൊന്നും ലോറി പോകാൻ ആളല്ല. ഈ ലോറി നടക്കാത്ത ആളുകൾ ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു പകർച്ചവ്യാധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ കളി അങ്ങനെ ഉണ്ടാവണമല്ലേ. ഇതൊരു പകർച്ച അസുഖം എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് അത് നോക്കി എടുക്കുകയാണെങ്കിൽ വേരോടുകൂടി അതിനെ പറിച്ച് കളയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞ് അതേ കാരണം പറഞ്ഞ് നമ്മൾ പണിയെടുത്താൽ ഈ സാധന സംഭവം മാറിപ്പോകും. വീണ്ടും നമ്മളതിന് മരുന്ന് ചെയ്ത് വീണ്ടും ചെളിക്കാത്തിറങ്ങി പടവ് വീണ്ടും പോരും ഇട്ടുന്നിരുന്നാൽ ഇത് ദരിദ്രം. അതാണ് നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിനെ അത് തറയിൽ നിർത്തി അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് പരിപാലിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അസുഖം മാറിയതിന് ശേഷം വീണ്ടും പോവുക. അല്ലാണ്ട് ഞാൻ കാശ് പോയിട്ട് അത് കുഴപ്പമില്ല പോകട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മുതലിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് കഷ്ടപ്പാട് വീണ്ടും നമുക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും
നമുക്ക് ഇപ്പോഴും കഷ്ടപ്പെടാൻ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റും, ഇതിന് മരുന്ന് വെക്കാണ്ടിരിക്കാൻ പറ്റും. അമ്പലത്തിൽ നമ്മൾ 5 മിനിറ്റ് താമസിച്ച് അതിന് ഒരു ഒറ്റപ്പാടും വേറെ വേറും. ഞാൻ ഇതിന് മരുന്ന് വെക്കുവാന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റിക്കാർ സമ്മതിക്കുമോ? പക്ഷേ മുതലാളി അറിയണ്ടോ? ഉണ്ടോ? ഞാൻ മരുന്ന് വെച്ചാൽ 10 മിനിറ്റ് വൈകിയേ അതുകൊണ്ട് താമസിച്ച് പറഞ്ഞാൽ സമ്മതിക്കുമോ? നീ ഇന്നലെ പൂരം മുടക്കി ഞാൻ ചോദിക്കുള്ളൂ. എന്ത് വന്നാലും ആനക്കാർക്കാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഞാൻ ഇപ്പോഴത്തെ സിസ്റ്റം എനിക്കറിയാലോ, ഞാൻ ഈ പണി എടുത്തോണ്ടിരിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആനയെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട് തന്നു വിട്ടാൽ പിന്നെ അതിന്റെ മുതലാളി എപ്പോഴും ഇതിന്റെ പിന്നാലെ വരുമോ? വരില്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ വന്നിട്ട് ഒരു ആന നമുക്ക് തരുമ്പോൾ ഒരു ആന കഴിക്കാൻ പറഞ്ഞ് നമ്മളെ തന്നു, നമ്മളെ കുറച്ച് പൈസ എനിക്കോ അല്ലെങ്കിൽ നിനക്കോ ഒരു ആന തന്നു. അന്ന് ഒരു ആന ഒരുത്തിനാണ് ആന ഏൽപ്പിക്കുന്നത്. അവൻ്റെ കൂടുതൽ അവനാണ് പണിക്കാരെ കിട്ടുന്നത്. ഒരു കൂപ്പിൽ മറ്റേ ആന കയറി 6 മാസം 7 മാസം കൂടുമ്പോഴാണ് മുതലാളിയുടെ വീടാനെ കാണുന്നത്. മുതലാളി ആനെ കാണുന്നത് ഒരു 2 വർഷം പിടിച്ചില്ല. അവർക്ക് ആ കിട്ടാനുള്ള പൈസ നമ്മളെ കരാറും പ്രകാരം പഴങ്ങൾ പൈസ അവർക്ക് അയച്ചു തരുന്നുണ്ട് എന്നൊക്കെ എനിക്ക്. ആ മുതൽ മുതലിനെ കൃത്യമായിട്ട് നോക്കണം, വെള്ളം കൊടുക്കണം, തീറ്റ കൊടുക്കണം. അത് നമ്മളെ മുതലിനെ കൃത്യമായിട്ട് നോക്കുന്നു. അതിന്റെ കാര്യങ്ങൾ 5-6 മാസം കൂടുമ്പോൾ ആന കൂപ്പിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇപ്പം അങ്ങനെയല്ല, ആന പോളോടൊന്നും മുമ്പ് തന്നെ മുതലുണ്ട്. അത് ശരിയാ, എല്ലാ സ്ഥലത്തും മുതലാളിമാരും എല്ലാവരും കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ല. ഓരോ ആനകൾ ഓരോ ദിവസം ചെല്ലുന്നവരും ഇങ്ങനെ നമ്മുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഞാൻ പണിക്കിറങ്ങിയ കാലം തൊട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഈ ആനകൾ ഇങ്ങനെ അത്ര അധികം ചെരിഞ്ഞ് പോണ ഒരു അവസ്ഥ നമ്മൾ. ഇപ്പൊ ഈ ആനകൾ കണ്ണൻ തുടങ്ങി. ഇപ്പൊ ഈ ഓൾറെഡി ഇപ്പൊ ഒരു 5-6 വർഷങ്ങളായിട്ടുള്ളൂ. ഓൾറെഡി ഇങ്ങനെ ആനയും ആനക്കാരും നിരന്തരം ഇതൊരു കൂലിപ്പണിയായിട്ട് മരിക്കുന്നുണ്ട്. നേരത്തെ ശരിയില്ല. ഒരാളെ കൊല്ലൂന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അപൂർവല്ലേ? അപൂർവം പറഞ്ഞുള്ളൂ. ഇപ്പൊ നിരന്തരം കൂലിപ്പണി, ആനയ്ക്കും കൂലിപ്പണി, ആന രാവിലെ കൂലിപ്പണി. അങ്ങനെ ഇപ്പൊ നടക്കണം വരുന്നത്. അപ്പൊ ഇനിയുള്ള കാലം മര്യാദയ്ക്ക് നോക്കി കൊണ്ട് നടന്നാൽ മുമ്പോട്ട് പോകും. ഇപ്പൊ 5-6 കൊല്ലോടെ കഴിഞ്ഞാൽ മിക്കവാറും ആനകളും കാണില്ല ഈ പുറപ്പാപ്പന്മാരും. അതാ ശരിയാണത്. പുറത്തുനിന്നുള്ള ആനകൾ ഇനി വരാനുള്ള സാധ്യതകളൊന്നും കാണാൻ മറ്റുള്ള ചെറുപ്പിള്ളേർ മറ്റുള്ള പിള്ളേരൊന്നും ഈ പണിയോട് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പഠിക്കാൻ താല്പര്യപ്പെട്ടാൽ തന്നെ കാരണമായിട്ട് വിടില്ല. പിന്നെ അത്രമണി പ്രാന്തം പഠിച്ച് നടക്കുന്ന പിള്ളേരാണ് ഈ പുസ്തകത്തിൽ ചാടി ഇറങ്ങുന്നത്. കാരണം എന്നും ഈ ടിവിയും പത്രവും ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എപ്പോൾ നോക്കിയാലും ആരെ അളക്കുന്നു, അവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും കേൾക്കണം. പക്ഷേ ഈ ഫീൽഡിലേക്ക് ഒരുപാട് പിള്ളേർ ഇപ്പോഴും വന്നോണ്ടിരിക്കുക. ഇപ്പോഴും വന്നോണ്ടിരിക്കണം. ഈ അനപ്പുറം വന്ന പിള്ളേരാണ് ഇപ്പോഴും വന്നത്. അതെ. പക്ഷെ ഒരാൾ പോലും ഒരാളുടെ കൂടെ നിന്ന് ചേട്ടാ ഇപ്പോൾ ഇവിടെ ജോലിയുണ്ട്. ഇപ്പോഴത്തെ ആനപ്പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 മാസം തികച്ചിപ്പോ ആനപ്പുറം കയറി നമ്മൾ 2 ദിവസം പക്ക കെട്ടാനാണ് തീറ്റ പിടിക്കുന്നത്. 3 നിന്നെ ചാടിച്ച് ഞാൻ കൊമ്പ കയറി പിടിക്കാൻ നോക്കും. അതാണ് ഇപ്പോഴത്തെ ആനപ്പണി. അതുകൊണ്ട് ഇപ്പോഴത്തെ മുതലാളിമാരെ ആനക്കാർക്കല്ല ആന കൊടുക്കുന്നത്. കൂലി എവിടെ കുറഞ്ഞു കിട്ടണോ? നീ 500 പറഞ്ഞാൽ 200 പറഞ്ഞാൽ എനിക്കത് ആന കിട്ടുള്ളൂ. സത്യമായിട്ടും നിനക്ക് തരില്ല. നീ 500 വന്ന് പറഞ്ഞങ്ങനെ ഞാൻ 200 മതി. എനിക്കാണുള്ളൂ. എനിക്ക് പണി അറിയാമോ എന്നുള്ള ചോദിച്ചില്ല. പൈസ ആർക്കാ കുറവാ അവർ മതി. ആ മുതൽ പോയി. ചേട്ടനൊക്കെ ശരിക്കും പ്രൈവറ്റ് പണി വെറുത്തിട്ടാണ്. അല്ല, ഞാൻ എന്നെ 3 എൻ്റെ കാലക്കാരെ പിടിച്ചിടുന്ന ഈ കാലൊക്കെ കമ്പിയാണ്. 3 വാരികളൊക്കെ പൊട്ടാം. അതൊക്കെ വെള്ളിങ്ങ. പിന്നെ പണിക്ക് പോകാണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പണിക്ക് പോകാണ്ട് ചേട്ടാ ഇവിടെ വലിയ അധ്വാനം പോകും എന്നും പറഞ്ഞ് ചേച്ചി മുഴുവൻ വിളിച്ചാണ്. ഞാൻ അവിടെ 4 കൊല്ലമായി. അങ്ങനെ ഒരു വാരിയിൽ 3 അങ്ങനെ അടിച്ച് പൊളിച്ചോളായിരുന്നു. കാല് പിടിച്ച് ഈ കാലി പറഞ്ഞ നടത്ത് കമ്പിയാണ്. അങ്ങനെ അവിടെ വരുമ്പോ ചേട്ടൻ ഉണ്ടല്ലേ? ഈ ഫസ്റ്റ് ഈ ആന കൂട്ടിൽ വന്നില്ലേ, ഇതിനെങ്ങനെയാ നമ്മൾ ശരിക്കും ഇതിന്റെ അടുത്ത് ഒന്ന് ശരിക്കും ആദ്യം നമ്മളിപ്പോ ഇത് കാട്ടിൽ നിന്ന് ഇതിനെ പിടിച്ച് കൊണ്ടുവന്ന് മൈക്കോടി വെച്ചുകൊണ്ട് കൊണ്ടുവന്ന് കൂട്ടി കയറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മൈക്കോടി വിട്ടിട്ട് ഇതിന്റെ ചാർജിങ് പോവുമല്ലോ. അത് കഴിയുമ്പോൾ തിരിച്ച് റിട്ടേൺ നമ്മോട് ചാർജ് ചെയ്യൂലോ. കിട്ടുകൊണ്ടാണ് കൂട് കയറി ഇടിക്കും നീക്കൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടിൻ്റെ ക്യാപ്പിൽ ഇത്ര അരടി ക്യാപ്പുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും, ഓസിൽ വെള്ളം കൊടുക്കും, ഓസത്തിൽ കയറി ആന പിടിക്കും. അപ്പോൾ ഇതിൽ എത്തിക്കാൻ നമ്മൾ വെള്ളം കൊടുത്ത് ഓട്ടോമാറ്റിക് ആന അങ്ങോട്ട് വിളിച്ച് കൂട്ടി തീറ്റ വെള്ളം കൊടുത്ത് ഓട്ടോമാറ്റിക്കല്. എത്ര ദിവസം കൊണ്ട് ഈ ആനയായിട്ടും നമുക്കൊന്ന് ഇടപഴകാൻ പറ്റിയത്? അങ്ങന്മാരൊരു 1.5 മാസം കൊണ്ട് ആനയായിട്ട് ടച്ചിങ്ങിലായിരുന്നു. കൂട്ടി ആന ഇറക്കിയില്ല മാത്രമേ ഉള്ളൂ. അതല്ലേ. പിന്നെ ആന കിക്കിളി മാറാൻ വേണ്ടി പ്രശ്നമാണെങ്കിലും പ്രശ്നം മറ്റും നമ്മൾ കമ്പനി വെച്ച് കെട്ടി ഓസ് അടിച്ചാൽ കിക്കിളി മാറാൻ വേണ്ടി പ്രശ്നം എല്ലാം കൂടി കുറച്ചുകൂടി പോകും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് നിരന്തരം ഇവർ 2 പേരാണല്ലോ കാണണേ. നിരന്തരം ഇവരില്ലാണ്ട് ആണെങ്കിൽ ആശ്രയമില്ലെന്ന് ആണെങ്കിൽ തോന്നി ഈറ്റം വെള്ളം കഴിക്കണമല്ലോ. വേറെ ആരും ശ്രദ്ധിക്കാൻ ഇത് തന്നെ ആയിക്കൊണ്ട് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കിൽ വായിൽ അത്യാവശ്യം വായിച്ച് കൊടുക്കാം. വായിച്ച് നമ്മൾ പിള്ളേർക്കല്ല നമ്മൾ ആനയെ വിളിച്ച് വെട്ടി അങ്ങനെ കയറി നമ്മുടെ സേഫ്റ്റി നോക്കി അത് കൈ കൊടുത്തു. അതിന് തൊല്ലിയിലാണെങ്കിൽ കുറച്ച് ദിവസം കൈ കൊടുത്തു. പിന്നെ കുറച്ച് കാലത്ത് നമ്മൾ തൊല്ലിയിൽ വിട്ടു. അപ്പം നമ്മളെ കൈ ഇത് മൊത്തം നമ്മൾ സാധാരണ ആണെങ്കിൽ ചോറ് തള്ളി വിടില്ല. ആ കൈയൊക്കെ നമ്മുടെ കൈയ്ക്ക് കമ്മാണ്ട് ആ ടെക്നിക്ക് കൊടുത്ത് അങ്ങനെ സെറ്റാക്കിയതല്ല. എനിക്കിപ്പോഴും ഇത്ര ഉള്ള ഒരു ആന നമുക്ക് പണി പഠിപ്പിച്ചെടുക്കാൻ പറ്റൂല. പണി ഭയങ്കര ഇഷ്ടമാണ്. പ്രസ്ഥാനമാണ് ഭയങ്കര ഇഷ്ടമുള്ള പണികൾ. പ്രസ്ഥാനങ്ങളൊക്കെ കൊടുക്കാൻ പ്രശ്നമില്ല. 2 10 40 താഴെയാണ്.
അപ്പം എന്നാലും അറിഞ്ഞുകൊണ്ട് അത് കെട്ടിപ്പണ്ടി കിട്ടി പഠനം അപ്പോൾ അവർ പെട്ടെന്ന് മാറ്റാൻ നല്ല ഫസ്റ്റായിട്ട് വരുന്ന മാർഗത്താണ് ഈ അഞ്ചാറിക്ക് കൂടി തിരിക്കാൻ തള്ളി തിരിക്കാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും നമ്മളിങ്ങനെ ഫുള്ളൊക്കെ ആ കൂട്ടിട്ടുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നിന്ന് 2 മാസം 3-4 മാസം കൊണ്ട് ഇതിൻ്റെ വാരിക്ക് തോടുകൾ സേഫ്റ്റി നമ്മൾ കൂടെ തിരിക്കും തിരിച്ചേർത്തു അതാ ഇടക്കഴ ഇട്ട് ഇടയ്ക്കാനെ തിരിക്കും അപ്പോൾ ആന സേഫ്റ്റി ആയിട്ട് ആനക്ക് മരിഞ്ഞിരാൻ പറ്റാത്ത രീതിയിൽ കഴയും കയറ്റി ആ കഴയും കയറ്റി വിട്ട് ആന അനങ്ങൂല അതായത് ഒരു കൂട്ടിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് ഇടക്കഴ ഇട്ട് കൊടുക്കും അപ്പൊ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല 2 ഇടക്കഴയും കൊടുക്കും ആന ചങ്ങൽപ്പറ്റിൻ്റെ ഇടക്കഴയും കൊടുക്കും പൂർണ്ണാമറ്റിൻ്റെ മുട്ടിൻ്റെ അവിടെ അഴിയാൻ കൊടുക്കും അപ്പോൾ ആ ഈ ഇവിടെ മുറ്റലും കൂടിയാണ് തക്കാവും അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടി തല മാത്രമാണ് കുറെ ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട്. എന്താണെന്നറിയാം, ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ടിട്ട് തല്ലി ചട്ടം പഠിപ്പിക്കുന്നു. തല്ലി കൂട്ടിൽ കിടക്കണ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് തല്ലി ഒരു കാരണം കൂടുതൽ നമുക്ക് തല്ലി എത്തിക്കാൻ പറ്റില്ല. ഇത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയും പൊട്ടത്തരങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്. ഈ ചാപ്പിക്കൂടെ നമുക്ക് ഒരു മുട്ടടി കൊടുക്കാം, പക്ഷെ തല്ലി നമുക്ക് ഒരിക്കലും പഠിക്കുമ്പോൾ എത്തി തല്ലാൻ പറ്റാം. അതെ ഭയപ്പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരു പൊട്ടടി കിട്ടുള്ളാണിട്ട്. കാരണം ഈ ചാപ്പേ ഉള്ളൂ, ഈ ചാപ്പിലൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കണം. അത് ശരിയാണ്. അപ്പോൾ എന്തൊരായം കിട്ടുന്ന പറയുമ്പോൾ ഈ ഇതിനടിക്കുന്നത് നമ്മൾ പഠിക്കുന്നതിന് മുട്ട എന്തൊരായം കിട്ടും. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആനകളൊക്കെ കൂട്ടി കയറ്റിയിട്ട് തല്ലി മെരുക്കി ആനേനെ തല്ലി തവിട് പൊടിയാക്കി ആനകളെ മെരുക്കിയിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറക്കണമെന്നൊക്കെ ഇവിടെ ഈ കുറെ ആൾക്കാരുകൾ പറഞ്ഞ് പരത്തിട്ട് ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാണ്ടും അതിനെക്കുറിച്ച് വിവരമില്ലാണ്ടാണ് ഈ പറയണത്. അപ്പൊ അതൊന്ന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടനോട് എടുത്ത് ചോദിച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കും, നമ്മളായ കാര്യങ്ങൾ നമുക്കറിയാതെ ആന എങ്ങനെ കൈകാര്യം ചെയ്യണം, ആന എങ്ങനെ അടിക്കണം, അത് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാർ കാണിച്ചില്ല. നമ്മൾ ആന നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്താണ് വായിക്കുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചെങ്കിൽ നമ്മുടെ നമുക്ക് ആനപ്പിടിച്ചേ കിട്ടുള്ളൂ. എൻ്റെ ആനക്കാരനെ വന്നത് അല്ലെങ്കിൽ എൻ്റെ പാപ്പനെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പേപ്പർ കെട്ടി ഞാൻ 5-6 കൊല്ലക്കാരനെ മുമ്പ് കിടന്ന പാപ്പനെ ആന കണക്കൂട്ടു. അതൊന്നും കണക്കൂട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ചെയ്യണം. അതിനാണ് നമ്മളങ്ങ് ആ ശരി.